നമ്മൾ ഹോം സ്റ്റേയിൽ എവിടുത്തെ ഹോം സ്റ്റേയില് എവിടുത്തെ ഹോം സ്റ്റേയില് ഷിംല ദുദ്ലി ഹോം സ്റ്റേയിൽ വന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഇവിടെ ഒരു പഞ്ചാബി ധാബ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പം അങ്ങോട്ടേക്ക് നടക്കുകയാണ്. കൂട്ടുകാരെ, നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിലാണ് മക്കളെ. സ്വർഗത്തില് എവിടെ? ഷിംലയില്. ഷിംലയില് അതിമനോഹരമായ മലഞ്ചെരുവുകളുടെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ. യാത്രകൾ തുടങ്ങുന്ന കാലത്ത് ഞങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഷിംലയിലേക്കൊരു യാത്ര. കാരണം പല വീഡിയോകളിലും ഫോട്ടോകളിലും കണ്ട് അത്രയധികം മനോഹരമായ ആ ഒരു ഭൂമി സന്ദർശിക്കാൻ വളരെയധികം ആഗ്രഹിച്ചു. അല്ലേ? എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ല. ഹാപ്പിയാണോ? പിന്നെ തീർച്ചയായിട്ടും ഹാപ്പിയാണോ? നമ്മൾ താമസിക്കുന്ന സ്റ്റേയുടെ അടുത്ത് നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. വർമാസ് ഹോം സ്റ്റേയിലാണ് നമ്മളെ സ്റ്റേ വരുന്നത്. അതിനടുത്ത് നിന്നുള്ള വ്യൂ ആണ്. ചുറ്റിനും മലനിരകളും ഇടയ്ക്ക് കുറേ വീടുകളാണോ റിസോർട്ടുകളാണോ എന്നറിയില്ല. എന്തായാലും അതിമനോഹരമാണ് ഈ ഒരു കാഴ്ച. തട്ടുതട്ടായിട്ട് വീടുകളിരിക്കുന്നു അല്ലേ? അവിടെ ഇവിടെ എല്ലായിടത്തും ഇരിപ്പുണ്ട്. ഹോം സ്റ്റേകളായിരിക്കും മിക്കവാറും ഉള്ളതെല്ലാം. അങ്ങ് വണ്ടയിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങ് വണ്ടയിലൊക്കെ കുറേ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അടുത്ത ഇനി എവിടെയെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്ന് നോക്കട്ടെ. നമ്മൾ മാൾ റോഡിലേക്ക് വണ്ടി എടുത്തിട്ടുണ്ട്. ഭയങ്കര കുടുക്കോടാട്ടോ. സൈഡിലേക്ക് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഹിമാലയയുടെ മലനിരകൾക്ക് നല്ല വ്യൂ ഉണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നുമല്ല, നല്ല പൊടിയൊക്കെ റോഡിൽ ഗ്ലാസ് തുറന്നു കഴിഞ്ഞാൽ പൊടിയടിച്ചേക്കും. ഇതാണ് അവസ്ഥ. പൊടിയടിച്ച് കിടക്കുക ഫുള്ള് കംപ്ലീറ്റ്. മണ്ണ് കല്ല് പാറയാണെങ്കിലും ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും വെച്ചാൽ ജസ്റ്റ് തൊട്ട പൊടിയാണെങ്കിൽ പൊടി. ഇവിടെ താമസിക്കുന്ന കാര്യം അല്ലേ? നമ്മള് മാൾ റോഡ് വന്നിട്ടുണ്ട് കേട്ടോ. മാൾ റോഡ് പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എവിടെ? മാൾ റോഡിൽ ഇതൊക്കെ പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ വന്നേ कुकीज है, ब्राउनी है, मफिन है सर, डोनट्स है, क्रीम बन है, क्रीम रोल है सर. बनाओ विचार बनाओ सर. आपके सहयोग से रोजगार में वृद्धि हो जाएगा सर. ഡോനറ്റ്സ് എല്ലാം ഇവിടെ ഇങ്ങനെ പിന്നെ സ്ട്രോബെറി ഉണ്ട്. പിന്നെ ഫ്രഷ് സ്ട്രോബെറി ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകണം. പള്ളി മിഠായി വേറൊരു ടൈപ്പാണ്. അതെന്താണെന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. കഴിച്ചു നോക്കിയേ. കഴിക്കോ? പൈസ കിട്ടുന്നു. അരച്ചിട്ട് മേളിൽ തേച്ചിട്ടുണ്ട്. പിന്നെ പൊരിയുണ്ട്. കപ്പലോട്ട് ചെറിയതും വലുതുമായിട്ടുള്ള പാക്കറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. കപ്പൽ മിഠായി എന്ന് പറയുന്ന സാധനം നമ്മളെ ഫേവറേറ്റ് സാധനമാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെയുണ്ട്. ഫ്രൂട്ട്സിന്റെ കളറാണ്. ഈത്തപ്പഴമുണ്ട്, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എല്ലാം ഉണ്ട്. കപ്പലണ്ടി. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കോട്ടിൻ്റെ ഒക്കെ ഷോപ്പുണ്ട് കേട്ടോ. അവിടെ ഗ്ലൗസ്, അടാറ് ഗ്ലൗസുകൾ. ഇവിടെ കുറെ രസകരമായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. സ്ട്രീറ്റ് ഫുഡാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ചിക്കൻ മോമോസ് ഉണ്ട്, സ്ട്രീറ്റ് ഫുഡ്, പാവ് ഭാജി, ബടാ പാവൊക്കെ ഉണ്ട്.
റൗണ്ട് ചിക്കൻ മോമോസ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചേട്ടാ. നടക്കണ്ട കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. ഇവിടെ പിന്നെ പാവ് ഭാജിയുടെയൊക്കെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. മോമോസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. ആകാശഭരിതരായിട്ട് മോമോസ് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 6 ദിവസമായിട്ട് തന്നെ തപ്പിക്കൊണ്ടു. ഇവിടുത്തെ മോമോസ് ഇട്ട് എന്നാണ് തപ്പിക്കൊണ്ടിട. ചൂട് ആവി ഇറക്കണം മോമോസ്. മയണൈസ് ഉണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട മയണൈസ് ഉണ്ട്. വെറൈറ്റി ടേസ്റ്റ്, വേറെ ടേസ്റ്റ് അല്ലേ? ഓരോ സ്ഥലത്തുനിന്ന് കഴിക്കുന്ന മോമോസിന് ഓരോ ടേസ്റ്റാണ്. നമുക്ക് തോന്നുന്നു ഡൽഹിയിൽ നിന്ന് എടുത്ത് കിട്ടുന്നു ഒരു പ്രാവശ്യം. പക്ഷെ അതിന് നമ്മുടെ അവിടെ കഴിക്കാൻ ടേസ്റ്റ് വേറെ ടേസ്റ്റ്, പിന്നെ വേറെ ടേസ്റ്റ്. ഇതാണ് ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് 2 ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് നിർത്തിയാണേ. ഇവിടെ വാൽനട്ട് എടുത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. വാൽനട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. നോക്കാം വാൽനട്ട് എന്നാടാ ഇത്? എവിടെ നോക്കിയേ, വാൽനട്ട് അടുക്കി വെച്ചിരിക്കുന്നു ഡയറയിലിട്ട്. വെളുത്തുള്ളി കിധർ സേ? कश्मीर का गार्लिक ഭംഗിയുള്ള കുട്ടികൾക്കുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ളതല്ല, സൈഡിൽ കംപ്ലീറ്റ് മാർക്കറ്റാണ് കേട്ടോ. കമ്പിളിയുടെ മാർക്കറ്റ്. കമ്പിളി കൊണ്ടുള്ള സാധനങ്ങളല്ലേ, ഊളൻ സാധനങ്ങൾ. ഇതുണ്ടായിരുന്നു. ഷിംല നഗരമാണ് കേട്ടോ. അങ്ങനെ താഴെ നോക്കിക്കേ, ഷിംല. താഴെ പെട്ടിക്കൂട് പോലെ ഇരിക്കുന്ന വീടുകളാണ് കേട്ടോ. പാകിസ്ഥാനിൽ വരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇന്നലെ നമ്മൾ അവിടെ കണ്ടായിരുന്നു. ബോർഡർ ക്രോസ് ചെയ്ത് വരുന്ന വണ്ടികൾ. ഫ്രൂട്ട്സിൻ്റെ നട്ട്സിൻ്റെ ഒക്കെ കൂടെ, മിക്സഡ് നട്ടിൻ്റെയും പിന്നെ എന്താ സീഡ്സിൻ്റെ ഒക്കെ കൂടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അവിടെ മിക്സഡ് നട്ട്സിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇവിടെ വാൽനട്ട് ഉണ്ട്. വാൽനട്ട് ഇത് 2000 രൂപ. ഇത് 2000 രൂപയാണ്. അത് വന്നിട്ട് 600 രൂപയാണ്. പക്ഷേ 2000 രൂപയ്ക്കുള്ള ടേസ്റ്റ് കൊള്ളാം. മനോഹരമായിട്ടുള്ള ദൃശ്യമുണ്ട്, കാണിച്ചു തരാം കേട്ടോ. സൺസെറ്റിന്റെ അപാര വ്യൂ കേട്ടോ. അടിപൊളി. എല്ലായിടത്തും ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളുണ്ട്. ഷിംലയിലെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ച് 1-2 പേര് അപ്രോച്ച് ചെയ്തിരുന്നു. ഞങ്ങളെ പിന്നെ സെലിബ്രിറ്റികളായതുകൊണ്ട് പിന്നെ തോന്നുന്നില്ല അല്ലേ? അല്ലേ? നമ്മള് വേറൊരു സർപ്രൈസിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. ഹിമാലയം തിളങ്ങി നിൽക്കുന്ന ഇപ്പ് കണ്ട. ഓക്കെ, അങ്ങനെ ബാക്ക് സൈഡിൽ കാണുന്നുണ്ടോ? അങ്ങനെ ബാക്ക് സൈഡില് ആ മലയുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നത് കംപ്ലീറ്റ് മഞ്ഞ മലയാണ് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു വിഷയം. എന്താ പറയാന്നറിയില്ല. സ്വർഗം കണ്ട പോലത്തെ ഒരു വീല് അല്ലേ? സ്വർഗം മാമാ സ്വർഗം. മുകേഷ് നല്ല ഡയലോഗ് വാടക എടുക്കേണ്ടി വരും.
ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇതേ മാൾ റോഡിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വന്നു. അതുപോലെ ലണ്ടൻ മോഡലിലുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി എന്നിട്ടൊരു വിഷ്വൽ എടുത്തതാണ്. അതിന്റെ ഏറ്റവും മേളിൽ കാണുന്ന ഹനുമാൻ, അതിന്റെ താഴെ കാണുന്ന ചർച്ച്. ഹനുമാന്റെ അടുത്ത് പോവാം, നോക്കാം. എന്താണെന്നറിയാമോ ഹനുമാനെ കാണുന്നത്? ജാഗു ടെമ്പിൾ ഏറ്റവും മേളിൽ കാണുന്നത്. നമ്മൾ ചിലപ്പോഴേ പോകത്തുള്ളൂ, സമയം ലേറ്റായി. രണ്ട് ബിരുദന്മാരും കൂടെ അവിടെ, ബിരുദന്മാരല്ലേ, വിരുദികളാണല്ലേ. രണ്ടും രണ്ട് സൈഡിൽ കൂടെ നിന്നിട്ട് ഐ ലവ് ഹിമാചലം പിടിച്ചോണ്ടിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ ടൗൺ ഹാളാണ് കേട്ടോ. ഇത്രയും നേരം നമ്മൾ ഫോട്ടോ എടുത്തോണ്ടിരുന്ന സ്ഥലം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എന്താണ് പരിപാടി എന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷേ ആൾക്കാരൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലായിടത്തും ഐ ലവ് ഹിമാചലൊക്കെ വെച്ചിട്ടുണ്ട്. ന്യൂ ഇയർ പ്രമാണിച്ചുള്ള പരിപാടികൾ എന്തൊക്കെയോ നടക്കുന്നു. അവിടെ ഒരു സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. ഇതെന്തോ പരിപാടി? അവിടെ കൊള്ളാം, അവിടെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാരെല്ലാം എവിടെയാണ് പോണത് അറിഞ്ഞൂടാ. ഇവിടെ നൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനി സാധനങ്ങളുണ്ട് കേട്ടോ. കാഷ്വൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനി സാധനങ്ങളുണ്ട്. വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ആ വ്യൂ പോയിന്റിൽ നമുക്കൊന്ന് പോയിട്ട് നോക്കാം. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഏതോടെ സൈഡിൽ തന്നെ ഈവനിങ് ടൈം ഓഫ് സിംല സായന ദൃശ്യം. ഇവിടെ ഓരോ ബ്ലോക്കിൻ്റെ സിംല ഡിസ്ട്രിക്റ്റിൻ്റെ ഓരോ ബ്ലോക്കിൻ്റെ ഫുഡുകളും കാര്യങ്ങളും നമ്മളെ അവിടെ നാട്ടിലെ കുടുംബശ്രീയുടെ പരിപാടി പോലെ ഇവിടെ ഓരോ ബ്ലോക്കിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓതന്റിക് ടേസ്റ്റ് ഓഫ് സിംല. മേളിൽ കാണുന്ന ഹനുമാനാണ് ജാഗു ടെമ്പിളിലെ ഹനുമാൻ. ക്ലിയർ കിട്ടൂല. ഇതാണ് കേട്ടോ. ഒരു നഗരത്തെ രാത്രിയിൽ കാണാൻ വേണ്ടിയിട്ട് വിവിധ പോയിന്റുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. നമ്മൾ മൂന്നാറിലൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. ഇതൊരു അടിപൊളി. നമ്മൾ ചിക്കൻ ചീസ് റോള് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. മുട്ട ഒഴിച്ചു, ചീസ് വെച്ചു. क्या रोटी है ये? आटा वाला है क्या? आटे का मावा मिक्स, सारा मिक्स होता है. आटे मैदी ചീസ് വെച്ചത് ആദ്യം ചീസ് വെച്ച് മുട്ടയ്ക്കകത്തിട്ട് ലഗാദിയാന്ന് അകത്തിട്ട് വേണ്ട മറ്റേ മുട്ടയ്ക്കകത്തിട്ട്
അത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റില്ല. എന്തായാലും എണ്ണ നല്ലതാണ്. അത് മസാലയാണ്. ചിക്കൻ ലെഗ് ദിയാ അടുത്ത മൈനസ് ഇട്ടു. ഇതിൻ്റെ അടുത്ത മൈനസ് സോസ് അല്ല, ചട്നി. ഇവരുടെ ചട്നി, മോമോസിന്റെ ചട്നി. दो एग रोल भी करना भाई. एग रोल या चिकन? मजा नहीं आया. दो एग चिकन करवा दो. चिकन खाते हो? अगर चिकन खाते हो तो चिकन एग रोल खाओ बढ़िया. चिकन एग रोल. हाँ चिकन एग. ചീസ് റോള് റെഡി ആയിട്ടുണ്ട്. आपके क्वालिटी है. अरे भाई कंटिन्यू करनी चाहिए. बर्गर चिकन. आज के बाद भैया. माल रोड तो. മാൾ റോഡിലെ ഷോപ്പുകളെല്ലാം നൈറ്റ് ആക്റ്റീവായതിൻ്റെ ഒരു വിഷ്വലാണ് കേട്ടോ. രാത്രിയാകുമ്പോഴത്തേക്കാണ് തിരക്ക് കൂടുന്നത്. അപ്പോൾ സിംല നഗരത്തിലെ മാൾ റോഡിലെ കാഴ്ചകളും കണ്ട് ഒരു സിംല വൈനൊക്കെ വാങ്ങിച്ച് നമ്മുടെ ഈ ചെറിയ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ടിരിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്